ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ റീനീറ്റ് എക്സ്റേ ഫിസിക്സ് സബ്ജക്റ്റിൽ നിന്ന് ചാപ്റ്റർ വൈസ് അനാലിസിസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 2026 ജൂൺ 21 നടന്ന റീനീറ്റ് പരീക്ഷയിൽ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് എപ്രകാരമാണ് അതിന്റെ ആൻസർ കണ്ടെത്തുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയമെൻഷൻ അനാലിസിസിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ചോദ്യം വന്നത്. 3 ഫിസിക്കൽ കോൺസ്റ്റൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെഫാൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, രണ്ടാമത്തെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, മൂന്നാമത്തേത് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയിൽ നിന്നുണ്ടാവുന്ന കോൺസ്റ്റന്റ്. ഈ 3 കോൺസ്റ്റൻസിന്റെ ഒരു പ്രത്യേക കോമ്പിനേഷൻ നമുക്ക് നൽകിയിരിക്കുന്നു. സിഗ്മ എസ് കെ ബി ഇൻവേഴ്സ് ബി. ആ കോമ്പിനേഷന്റെ ഡയമെൻഷൻ താഴെ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളതാണ് നമ്മോടുള്ള ചോദ്യം. എപ്രകാരമാണ് അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത്? അപ്പം ആദ്യം ഈ 3 കോൺസ്റ്റൻസിൻ്റെ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ യൂണിറ്റ് എഴുതുകയാണ്. ഒന്ന് സ്റ്റെഫാൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് സിഗ്മ എസ്, യൂണിറ്റ് വാട്ട്, മീറ്റർ റേസ് ടു -2, കെൽവിൻ റേസ് ടു -4, യൂണിറ്റ് നമുക്കറിയാം. രണ്ടാമത്തെ കോൺസ്റ്റന്റ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കെ ബി. കെ ബിയുടെ യൂണിറ്റ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ. മൂന്നാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ്, അതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ കെൽവിൻ. അപ്പം 3 ഫണ്ടമെന്റൽ ഫിസിക്കൽ കോൺസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന കോമ്പിനേഷൻ ഞാൻ എഴുതുകയാണ്. സിഗ്മ എസ് കെ ബി ഇൻവേഴ്സ് ബി, ഇതാണ് കോമ്പിനേഷൻ. And that is equal to sigma h into b divided by kb inverse ഡിനോമിനേറ്ററിൽ അങ്ങാക്കി എഴുതി. അതിനുശേഷം ഈ ഓരോന്നിൻ്റെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിഗ്മ എച്ച് യൂണിറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, വാട്ട് മീറ്റർ റൈസ് ടു -2, കെൽവിൻ റൈസ് ടു -4. ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ കെൽവിൻ ആണ്. ഡിവൈഡഡ് ബൈ കെ ബിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ, ജൂൾ കെൽവിൻ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു. നമുക്ക് യൂണിറ്റുകളുടെ ആ കോമ്പിനേഷൻ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കി എഴുതിയേക്ക്. വാട്ടെന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് അല്ലേ. അപ്പം ഞാൻ അതിനെ വാട്ടിന് പകരം ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതുക. ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ്, അത് അങ്ങനെ തന്നെ എഴുതി, ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ്. മീറ്റർ റൈസ് ടു -2 മീറ്ററും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു. അപ്പം അതിൽ 1 മീറ്റർ ക്യാൻസൽ ആയിപ്പോയി, മീറ്റർ റൈസ് ടു -1. കെൽവിൻ റൈസ് ടു -4ഉം ഈ കെൽവിനും ഈ ഡിനോമിനേറ്ററിൽ ഒരു കെൽവിൻ ഇൻവേഴ്സും ഉണ്ട്. അപ്പം മിച്ചം എന്ത് വരും? കെൽവിൻ റൈസ് ടു -2 എന്ന് വരും. ഡിവൈഡഡ് ബൈ ജൂൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ജൂളും ക്യാൻസലായി പോയി. മിച്ചം വരുന്ന യൂണിറ്റുകളെ ഞാൻ ആദ്യം മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതി, രണ്ടാമത് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതി, മൂന്നാമത് കെൽവിൻ റൈസ് ടു -2 എന്ന് എഴുതി. ഇത് ഞാൻ യൂണിറ്റിലാണ് എഴുതിയത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ, മീറ്ററിന് കറസ്പോണ്ടിങ് ഡയമെൻഷൻ നമുക്കറിയാം L ആണ്. സോ L റൈസ് ടു -1. സെക്കൻഡ് കറസ്പോണ്ടിങ് ഡയമെൻഷൻ T ആണ്, T റൈസ് ടു -1. കെൽവിൻ ടെമ്പറേച്ചർ ഡയമെൻഷൻ K തന്നെ. സോ കെൽവിൻ റൈസ് ടു -2. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ 2. ഓക്കെ. അപ്പം നീറ്റിൽ നമ്മൾ ചോദിച്ച ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആൻസർ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. യൂണിറ്റിൽ നിന്ന് ഡയമെൻഷൻ ഡെഡ്യൂസ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെഷർമെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ വെർനിയർ കാലിബർ ഇൻസ്ട്രുമെൻറ്റിന് കണക്ട് ചെയ്താണ് ചോദ്യം. അപ്പം നൽകിയിരിക്കുന്ന വെർനിയർ കാലിബറിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് വെർനിയർ സ്കെയിൽ ഈക്വൽ ടു 1 മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഈ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് എ വെർനിയർ സ്കെയിൽ ഈസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെർനിയർ കാലിബറിലെ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ, അപ്പോൾ അതിനെ അപ്രകാരം തന്നെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതി. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. And the number of divisions on the vernier scale is, അപ്പോൾ വെർനിയർ സ്കെയിലിലെ നമ്പർ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 10 ആണ്. അപ്പം നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വെർനിയർ കാലിബറിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 10 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മില്ലിമീറ്റർ. ഇങ്ങനെ കിട്ടി. 1/10 0.1.
ഇത് മില്ലിമീറ്ററിലാണ് കിട്ടിയത്. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 0.01 സെൻറ്റിമീറ്റർ. അപ്പോൾ 0.01 സെൻറ്റിമീറ്റർ യൂണിറ്റിൽ ആക്കി വെച്ചു. ഇനി when both the jaws touch each other, the vernier scale shifts to the left of zero of main scale in such a way that fourth vernier division coincides with the division of the main scale. അപ്പം ലെഫ്റ്റിലേക്ക് എത്രയാ? 4 ഡിവിഷൻസ്. അപ്പം റിമൈനിങ് ഡിവിഷൻ എന്ന് പറയുന്നത് 6 അല്ലേ? എങ്ങനെ കിട്ടി? ടോട്ടൽ 10 ഡിവിഷൻ ഉണ്ട്, അതിൽ 4 ഡിവിഷൻ ലെഫ്റ്റിലേക്ക് തള്ളി. അപ്പം മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ 6 അപ്പോൾ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ആ 6 അതുപോലെ തന്നെ എഴുതി. ഇഫ് ദിസ് വെർനിയർ കാലിപ്പർ മെഷേഴ്സ് ദി ലെങ്ത് ഓഫ് എ വയർ ടു ബി 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ വയറിൻ്റെ ലെങ്ത് ഈ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടി. അങ്ങനെയെങ്കിൽ ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദി വയർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ആ വെർനിയർ കാലിബർ ഉപയോഗിച്ച് ലഭ്യമാകുന്ന ആക്ച്വൽ ലെങ്ത് എത്ര? അപ്പോൾ ആക്ച്വൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ. വെർനിയർ കാലിബറിലെ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ആക്ച്വൽ ലെങ്ത്. മെയിൻ സ്കെയിൽ റീഡിംഗ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു 1 സെൻറ്റിമീറ്റർ എന്നാണ്. പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 6 ആണ്. ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നു 1 സെൻറ്റിമീറ്റർ പ്ലസ് 6 ഇൻറ്റു 0.01 എന്ന് പറയുന്നത് 0.06 സെൻറ്റിമീറ്റർ. ദറ്റ് ഈസ് ഈക്വൽ ടു 1.06 സെൻറ്റിമീറ്റർ. ആൻഡ് ദറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. നിർഭാഗ്യവശാൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻസ് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആൻസർ അതിനുള്ളിൽ ഇല്ല, 1.06 സെൻറ്റിമീറ്റർ എന്നുള്ളത്. സോ ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് ആൻസർ നിലവിൽ അതിനുള്ളിൽ ഇല്ലായിരുന്നു, ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ആയതിനാൽ ഇതിന് ഉള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ലാത്തതിനാൽ നമ്മുടെ നീറ്റ് പരീക്ഷയിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടാം.